സ്വാമി ശരണം, സ്വാമി ശരണം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ശബരിമല മരക്കൂട്ടത്തുള്ള ശാസ്താ ഹോട്ടലിൽ നിന്നും എനിക്ക് ലഭിച്ച മോശം ആഹാരത്തെപ്പറ്റി. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ആ ഹോട്ടലിൽ റെയ്ഡ് നടന്നു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയത് പുഴുവരിച്ച ആഹാര സാധനങ്ങൾ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ എന്നോട് കാണിച്ച അതേ പുച്ഛത്തിൽ ആ ഹോട്ടൽ ഉടമ പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. പുഴുവരിച്ച കടലമാവ് വെച്ച് ഉരുട്ടാൻ പറ്റൂ എന്നുള്ളത് ഈ തമാശ രൂപേണ പറഞ്ഞു എന്നാണ്, പരിഹാസ രൂപേണ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇത് കൈയോടെ പിടികൂടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാനിരിക്കുകയാണ്. സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും എനിക്ക് അറിവ് ലഭിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇത്തരമുള്ള ഹോട്ടലുകളിൽ നൽകുന്ന ആഹാരത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ജനങ്ങൾ കൊടുക്കണം, അയ്യപ്പ ഭക്തന്മാർ കൊടുക്കണം. ഇത് പിടികൂടപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഈ ശാസ്താ ഹോട്ടൽ എന്ന ഹോട്ടൽ സ്ഥിരം മോശം ആഹാരം കൊടുക്കുന്ന ഹോട്ടലാണ്. പല പ്രാവശ്യം അവർക്ക് വാണിംഗ് കൊടുത്തതാണ്. എന്നിട്ട് മോശം ആഹാരമേ അവർ കൊടുക്കൂ. നിർബന്ധപൂർവ്വം അവർ അതേ ചെയ്യൂ. ഈ ശാസ്താ ഹോട്ടൽ മാത്രമല്ല, സ്പെഷ്യൽ കമ്മീഷണർ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെട്ടിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് മാത്രം, ഈ ഹോട്ടലിൽ മാത്രമല്ല, പല ഹോട്ടലിലും ഇങ്ങനെ തന്നെയാണ്. അവിടുന്ന് അവർ അത് ഏകദേശമൊക്കെ സമ്മതിച്ച രീതിയാണ്. പലയിടത്തും ഈ കുഴപ്പങ്ങളുണ്ട്. ഈ ഹോട്ടലിലാണ് ആവർത്തിച്ച് ഇതുപോലെ കുഴപ്പങ്ങൾ ചെയ്യുന്നത്. അത് ആ സ്ഥിതിക്ക് പലയിടത്തും ഇങ്ങനെയുള്ള മോശം ആഹാരം കൊടുക്കുന്ന ഹോട്ടലുകളെ പറ്റിയുള്ള അറിവ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കണം. സ്പെഷ്യൽ കമ്മീഷണർ വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിവ് ലഭിച്ചാൽ തീർത്തും നടപടി സ്വീകരിക്കുന്നതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ജഡ്ജി തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കണ്ടുപിടിച്ചത്. അപ്പോൾ നാം ചെയ്യേണ്ടത് അവിടെ നടക്കുന്ന വൃത്തികേടുകൾ നമ്മൾ വെളിയിൽ അറിയിക്കണം, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം, പരാതി നൽകണം. പരാതി നൽകിയാൽ നല്ല നടപടി ഉണ്ടാകും. നമുക്കൊരു കുഴപ്പമുണ്ട്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മിണ്ടാതെങ്കിൽ പോരും. മിണ്ടാതെ പോരരുത്. നമുക്ക് അവകാശമുണ്ട്. അയ്യപ്പനെ തൊഴാൻ ചെല്ലുമ്പോൾ നമുക്ക് മോശം അനുഭവം ഉണ്ടായാൽ അതിനെതിരെ പരാതി കൊടുക്കണം. പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ശാസ്താ ഹോട്ടൽക്കാരന് ഇനിയെങ്കിലും നല്ല ആഹാരം കൊടുക്കുമെങ്കിൽ അയാൾക്ക് അവിടെ നിലനിന്ന് പോവാം. അല്ലെങ്കിൽ അയാളുടെ ഹോട്ടൽ പൂട്ടും. ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചു. ശാസ്താ ഹോട്ടലിൻ്റെ ഏതോ ഒരു പിണിയാളാണ് വിളിച്ച് തെറി പറഞ്ഞപ്പോൾ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. അവിടെ റെയ്ഡൊക്കെ നടന്നുള്ള ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും സാധനം വന്നിട്ടില്ല, മാധ്യമങ്ങളിലൊന്നും വരത്തില്ല. മാധ്യമങ്ങൾ വരാത്തത് എന്തെന്ന് വെച്ചാൽ മാധ്യമങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നതാണ് ഇത്തരം ഹോട്ടൽ ഉടമകളൊക്കെ. മാധ്യമങ്ങളൊന്നും വരത്തുമില്ല, അവരിടർത്തുമില്ല. എന്തായാലും ഈ ക്രമക്കേട് പിടികൂടിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും സ്പെഷ്യൽ കമ്മീഷണർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. സ്വാമി ശരണം.